ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളപ്പോൾ ഒരു ഈവനിങ് റൈഡ് അല്ല, ഈവനിങ് വാക്കിംഗ്. നൈറ്റ് ലൈഫ് ഇല്ല ഇവിടെ. 5 മണി കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു നമ്മൾ പോവാത്ത ഏതെങ്കിലും ഒരു സ്ഥലം പിടിക്കാം അല്ലേ? നമുക്ക് ഏതെങ്കിലും മാളുകളിലൊക്കെ ഒന്ന് പോയേക്കാം. ശ്രീലങ്കയിൽ മാൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ശ്രീലങ്കയിൽ ഒരു മാളിൽ പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങി തിരിച്ചിങ് വരാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ടുള്ള ബാക്കി കാഴ്ചകളാണ്. അങ്ങനെ ലിഫ്റ്റ് വന്നു. അപ്പോൾ ഗായ്സ്, ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി. ഇപ്പോൾ സമയം 6:15 ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കടകൾ അടച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിങ്ങനെ ഒന്ന് നടന്ന് ഈ സൈഡിലേക്ക് പോകാം. സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ. അതെ, സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് എന്ത് ചെയ്യാം, ഇതാ നമ്മുടെ അണ്ണൻ്റെ കടയെത്തി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് നമ്മുടെ ഹോട്ടലിൽ അങ്ങനെ കേട്ടോ, മൊട്ടത്തല. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് എല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങളൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് നോക്കാം ഇവിടെ എന്തൊക്കെ സ്ട്രീറ്റ് ഫുഡുകൾ. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം. എവിടുന്നാ? അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് അങ്ങനെ ഞാൻ ക്യാമറ തിരിക്കാം. ഇവിടെയൊക്കെ കുറെ വെസ്റ്റേൺ സലൂൺ. ഇവിടെ മുടിവെട്ടോടെ ഉണ്ടായിരുന്നു, വെറുതെ അവിടെ പോയി നല്ല മുടി വെട്ടും. ഇതുണ്ട്, ഇവിടെ എന്തൊക്കെയോ ഫുഡുകളുണ്ട്. അപ്പൊ നമുക്ക് തുണ്ടായിട്ടും അതേപോലെ നമ്മുടെ നാട്ടിൽ ഉണക്കക്കപ്പ ഉറക്കില്ലേ? അതേപോലെ ഇതെന്താ സാധനം? ഇത് നമ്മുടെ സാധാ കപ്പ ഉറക്കും. ഇത് പരിപ്പോടയാ അതോ വട. അപ്പൊ അങ്ങനെ കുറെ കടകളുണ്ട് കേട്ടോ അവിടെ. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇതൊരു കട തുറക്കുന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ഇന്നലെ പൊറോട്ട മേടിച്ച കടയുണ്ട് അവിടെ. അപ്പൊ ആ കട ഇങ്ങനെ ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ ഫുൾ ഓട്ടോ സ്റ്റാൻഡ് ആട്ടോ അല്ലേ? പിന്നെ ഇതാണ് നമ്മുടെ ചായക്കട. ചായ കുടിച്ചാലോ? കുടിക്കാം. ഇത് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയാല് നമ്മുടെ ഇവിടെ എത്തും. എവിടെയാ? മറ്റേ മറൈൻ ഡ്രൈവ് എത്തും. ആണോ? അതിനാണോ നമ്മൾ ഇന്നലെ വെറുതെ ഓട്ടോ വിളിച്ച് കാശ് കളഞ്ഞു? അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയ കടല. നമ്മുടെ ഐഡിയ ആണല്ലോ, ബുദ്ധിയാണല്ലോ. അല്ല, ആകാശത്തിന്റെ ഒരു കടലും അല്ല കളറും. നമുക്ക് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഇവിടെ ഒരു കടയും കൂടി ഉണ്ട്. അവിടെ എന്താ വെറൈറ്റി ഉള്ളത് നോക്കാം. ഇവിടെ എന്തോ ഉണ്ട്. ഇതെന്താ ഉള്ളത്? നമ്മുടെ വല്ല സമൂസ അടിയിലിരിക്കുന്ന സാധനം എന്താ? ഇത് ഓട്ടോ. ഇതെന്താ സാധനം? അത് ചോദിച്ചു നോക്കാം. എന്താണ്? ഗോതമ്പടിയാ. ഇതെന്താ അന്ന? ഇത് തന്നെ. ഇത് തന്നെ സാധനം. ഇല്ല, ഇപ്പൊ വേണ്ട. പോയി വരാം. എന്തോ ഒരു സാധനം പുള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ബർഗർ കട. ഇവിടെ കട തുറക്കുക കേട്ടോ. അപ്പൊ പകലുള്ള കടകളൊക്കെ അടച്ചിട്ട് നൈറ്റ് എല്ലാം തട്ടുകടയാന്ന് തോന്നുന്നു അല്ലേ? തട്ടുകട തുറക്കുന്ന ഇതെന്തിനാന്നറിയോ? ഇതെന്തിനാ? ചിക്കൻ ചൂടാൻ. അതെനിക്കറിയാം. വേറെ ബർഗർ, ചിക്കൻ ഷവർമ 300, ചിക്കൻ ബർഗർ, BBQ 600, ബാർബിക്യൂ ചിക്കൻ ചിക്കൻ ബർഗർ 250 ബർഗർ. നല്ല അടിപൊളി ബർഗർ ആട്ടോ. അത് നോക്ക്, ചിക്കൻ ഇടുന്ന നമുക്ക് വേണ്ടി നമ്മൾ വന്നപ്പോഴേ ഇടുന്ന ചൂടാൻ. ഭയ്യ തന്തൂരിയോ ബാർബിക്യൂ. അപ്പൊ കണ്ടോ, ഇതിങ്ങനെ കനൽ ഇങ്ങനെ ചുറ്റുള്ള സെറ്റ്. തീയിലിടല്ലേ? എന്റെ ഫോണും തീയിലിട. ഓയിൽ ഇന്ത്യ കേരള. रात को कितना बजे तक है? 2 बजे 3 बजे तक है रात को. वो हमें एक राउंड जाके आएगा. ठीक है, आ जाओ. 2 बजे तक नहीं है, 10 बजे तक आएगा. ठीक है. അപ്പൊ നമ്മുടെ രാത്രിയിലെ ഫുഡ് ഇന്ന് ഇവിടെ ബാർബിക്യൂ കഴിക്കാം. നമുക്ക് ട്രൈ ചെയ്യാം, നോക്കട്ടെ സാഹചര്യം. ബാക്കോട്ട് അങ്ങോട്ട് പോകണോ? വേണ്ട, മാള് പോയിട്ട് വരാം അല്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വലിയ നല്ല കിട്ടിലും ബിൽഡിങ്ങുകളാട്ടോ, ഫുള്ള് ബിൽഡിങ്ങുകൾ. അപ്പോൾ ഇതൊരു ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവറേ, ഇതിൽ നേരത്തെ ഒരു വണ്ടി പൊരുത്തം പറയണേ, അതെടുക്ക് എന്താ അല്ല, വണ്ടി പോകുമ്പോൾ ഫ്ലൈ ഓവറിന് സൗണ്ട് കേൾക്കും. ഇവിടെ ഒരു കടയിൽ കൊത്തു പൊറോട്ട. നമ്മുടെ നാട്ടിലെ വെള്ളയപ്പം. നമ്മുടെ പാലപ്പാണോ? പാലപ്പം ചോദിച്ചോന്നോ? നമ്മുടെ നാട്ടിലെ വെള്ളയപ്പം അവിടെ ഇരുന്നിട്ടേ ഇയാൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇതുണ്ടോ നല്ല ഇതെന്താ ഇതൊക്കെ ഉണ്ട്. വെള്ളയപ്പം, എന്തായാലും വെള്ളയപ്പം നമ്മൾ കണ്ടു ശ്രീലങ്കയിൽ. അതെ, സമൂസയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതിലിങ്ങനെ പോയ കുറെ കടകളുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പോകുമ്പോൾ ഇത് ഫ്ലൈ ഓവർ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെയൊക്കെ ഇവിടെ വെള്ളയപ്പം
പരിപ്പോടെ മെയിൻ ആട്ടോ ഇവിടുത്തെ. അവിടെ പരിപ്പോടെ മെയിൻ. അതാ ദോശയുണ്ട്. ഇതൊക്കെ ചെറിയ കടകളാട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് ബിസി ഏരിയ അല്ലേ? ഇത് കുറച്ച് ഇത് എനിക്ക് തോന്നുന്ന ഒരു വലിയ ടൗൺ പോലല്ല, ചെറിയൊരു ഇതാന്ന് തോന്നുന്നു. എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സാംസങ്ങിന്റെ ഒക്കെ സ്റ്റോറുണ്ട്. വലിയ ബിൽഡിങ്ങുകളാ. ഇത് ഗോൾഡ് ലോൺ. അപ്പൊ അങ്ങനെ പോയി നോക്കാം. ഗൈസ്, ഇവിടെ ശ്രീലങ്കയിൽ മദ്യം കിട്ടില്ല എന്നല്ല, മദ്യം കിട്ടും കേട്ടോ. അതാണ് സിനമോൺ ലിക്വർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം എല്ലാ മദ്യങ്ങളും ഉണ്ട്. ഇവിടെ അതാ എല്ലാ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബ്രാൻഡ് എല്ലാം ഉണ്ടോ. ഇവിടെ അത്യാവശ്യം എന്താ പറയാ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മദ്യങ്ങളുണ്ട്. ഏതൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ബ്രാൻഡ് നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് ആൾക്കാരെ നോക്കിയിട്ട് കമന്റ് ചെയ്യോ. ക്ലോസ്. അത് ക്ലോസ് ചെയ്തു കേട്ടോ. ചേട്ടൻ ഭയങ്കരനാണല്ലോ. നമ്മൾ വരുന്ന കണ്ടപ്പോഴേ ക്ലോസ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ വാങ്ങാൻ വന്നതല്ല കേട്ടോ, കാണാൻ വന്നാ. നമുക്ക് വേണ്ട ചേട്ടാ. അതെ, ഈ ബ്ലാക്ക് ബെക്കാടിയൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്. ഗൈസ്, ഇതുണ്ടോ, ഇതൊരു ചെറിയ തട്ടുകട കേട്ടോ. നമ്മുടെ നാട്ടിലെ പഴയ ലൈറ്റൊക്കെ വെച്ചിട്ട്. പക്ഷേ തട്ടി മറ്റേ പോപ്കോൺ, കടല, കപ്പ വറുത്തത്. ഇതുണ്ടോ പെട്രോൾ മാക്സ്. റാന്തലല്ല, ഇത് പെട്രോൾ മാക്സ്. റാന്തൽ എന്ന് പറഞ്ഞാൽ മറ്റേ മണ്ണെണ്ണ ഒഴിക്കണേ. ഫ്ലൈഓവറിന്റെ അടിയിൽ കൂടെ പോവാട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കണ്ടോ, ഫുള്ളാടാ. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിലെങ്ങനെ ഇതുണ്ടോ കറങ്ങിയത്, ഇതിലെങ്ങനെ ട്രെയിൻ വരും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പോവാം. ഗൈസ്, ഞങ്ങൾ ഈ ഫ്ലൈ ഓവർ തുടങ്ങുന്നിടത്ത് ഇങ്ങനെ നടന്ന് നമ്മുടെ ലോട്ടസ് ടവർ കേട്ടോ, ബ്രിഡ്ജിനൊക്കെ ടവർ, ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഇത്ര നിലയാന്നറിയ ഗൈസ്. പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി നടക്കുന്നത് ഇതുണ്ട്. ഇത്ര നിലയാ നോക്ക്, കുത്തനെയായി. അതുപോലെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഇഷ്ടം പോലെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതാ അവിടെ ഒരു ബിൽഡിംഗ്, ഒരു കിടിലൻ ബിൽഡിംഗ് കേട്ടോ, ലൈറ്റൊക്കെ വെച്ചിട്ട്. ഇതുണ്ടോ സന്ധ്യയായി, തിരി തെളിഞ്ഞു. പക്ഷെ ആ ബിൽഡിങ്ങിന് വേറെ പ്രത്യേകത ഉണ്ടോ? അതുണ്ടോ, നമ്മുടെ പെട്രോൺസ് ഡ്യുവൽ ടവർ അല്ലേ, അതേപോലെയൊക്കെ നടുക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വെറൈറ്റി ബിൽഡിംഗ്, രണ്ട് കട്ടപ്പറ്റി പോലെ ഒരു സാധനം. അപ്പൊ ഇതിലിപ്പോ മാൾ എവിടെയാണെന്നാണ് നമ്മൾ തപ്പുന്നത്. മാൾ എവിടെയാ? ഈ കാണുന്നത് എന്താണ്, മാളല്ലേ? ഇത് മാളാണോ? മാളല്ല. നമുക്ക് നോക്കാം, അങ്ങോട്ട് ക്രോസ് ചെയ്ത് നോക്കിയാലോ. പോയി നോക്കാം. ഇവിടെ പിന്നെന്താ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏത് റോട്ടിൽ കൂടെ ക്രോസ് ചെയ്താലും അപ്പൊ വണ്ടികൾ ചവിട്ടി തരും. തെറി പറയൂല? ഇല്ല, തെറി പറയില്ല. ഗൈസ്, അങ്ങനെ ഞങ്ങള് മാളിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നമുക്കൊരു വാക്കിംഗ് പാസേജ് കിട്ടി കേട്ടോ. അടിപൊളിയാട്ടോ. ഇവിടെ ഇതൊക്കെ ഡ്രീംസിനൊക്കെ പറ്റി എനിക്ക് സിനമോൺ ലൈഫ്, സിറ്റി ഓഫ് ഡ്രീംസ് ശ്രീലങ്ക, അങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ അടിപൊളി ബിൽഡിങ്ങുകളാട്ടോ ഇവിടുത്തെ. ഒരു രക്ഷയില്ല. നമ്മൾ ശരിക്കും ജാഫ്നയായിട്ട് നിങ്ങൾ ജാഫ്നയിലെ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ലെങ്കിലേ, ഈ വീഡിയോ കാണുന്നവര് ഞങ്ങൾ ആദ്യം ജാഫ്നെ വന്നിറങ്ങിയ വീഡിയോയും കൂടി ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ഇതാണോ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ അടിപൊളിയാ. ഇവിടുന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് ആ പാട്ടിനെ ലക്ഷ്യം വെച്ച് നടക്കാം. ഇത് റോഡാണ്. റോഡിന് ഇപ്പുറത്തേക്ക് എന്താ പറയാ, നമുക്കൊരു മലയാളം. നമുക്കൊരു അങ്കിളിനെ കിട്ടിട്ടോ. അങ്കിള് നമ്മള് മലയാളം പറയുന്നത് കേട്ടപ്പോ അങ്കിള് വെച്ചു, യു സ്പീക്കിംഗ് മലയാളം എന്ന് ചോദിച്ചു. ഏത് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്നത്? ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു. യുവർ ഗുഡ് നെയിം അങ്കിൾ? റിയാസ്. ഓക്കെ, സൂപ്പർ. ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു. പക്ഷെ അങ്കിളിന് നന്നായി തമിഴ് അറിയാം. തമിഴ്. അങ്കിള് വന്നിട്ട് കൊളംബോക്കാരനാണ്. അങ്കിളുടെ ഫാദർ വന്ന് കാൻഡി. ഓക്കെ, അപ്പൊ അങ്കിള് ഞങ്ങൾ ഇങ്ങനെ മലയാളം ഫാമിലി കൊളംബോല ഇങ്ങ സെറ്റിൽ ആയിരിക്കാം. ஓகே. அந்த அங்கிள் என்ன வேலை பண்றது? ஜாப் ஹோட்டல். என்ன வேலை அங்க? லாட்ஜ். ஓகே. உங்களோட ஹோட்டல்ലാണ് വർക്ക് ചെയ്യുന്നത്. அப்போ அங்கிள் இங்க மால் எங்க இருக்க பக்கத்துல? என்ன மால்? இங்க ஒரு மால் இருந்தா சொன்னேன். மால். என்ன எடுக்க வேணும்? சும்மா பார்க்கிறதுக்கு நான் காட்டுறேன். ഇത് എന്നാ റെസ്റ്റോറന്റാ? താജ് റെസ്റ്റോറന്റ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പാട്ട് കേട്ടോണ്ടിരുന്ന ഒരു താജ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇത് ഭയങ്കര രസാട്ടോ. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ഹോട്ടൽ. ആണോ? പേരുടെ $350. $350 എന്ന് പറഞ്ഞാല് ശ്രീലങ്ക മണി 24, ഏകദേശം 25,000 രൂപ.
ഇന്ത്യൻ 25,000. ആ അപ്പൊ നമ്മുടെ നാട്ടിൽ 50,000, നമ്മുടെ വയനാട്ടിൽ തന്നെ 50,000 ഓ ഇഷ്ടം പോലെ. പിന്നെ ശ്രീലങ്കയിൽ 25,000 രൂപ ഒരു ദിവസം. ഇത് പുതുസാ ഇത്? ബ്രാൻഡ് ന്യൂ. എന്താ കമ്പനി? ஆனா இங்க ஐடிசி ஒரு இது பார்த்தேன் நான். எது? സംഗീത. അപ്പൊ ഇവിടെ ITC സംഗീത കുറെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയോ, ഈ ഹോട്ടലിന്റെ ചുറ്റും വെള്ളമാണ്. അതാണ് മെയിൻ. അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രത്യേകത. കണ്ടോ ഫുള്ള് വെള്ളം, അത് നല്ല പച്ച കളർ വെള്ളം. പായൽ പിടിച്ചോണെന്ന് അറിയില്ല കേട്ടോ. ബൈ അങ്കിൾ. ബൈ, സി യു. നൈസ് ടു മീറ്റ് യു. അപ്പൊ അങ്കിള് നമ്മളെ വിട്ടു പോവാണ്. അപ്പൊ അങ്കിള് നമ്മളെ വിട്ടു പോവാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ പോലെ ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. അത് നിനക്ക് ഭയങ്കര അസൂയല്ലേടാ. പോടാ, അസൂയാലുമാണ്. എന്റെ മോനെ, എനിക്ക് ബിൽഡിംഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു. ഇതാണ് നമ്മുടെ ITCന്റെ ബിൽഡിംഗ് ആട്ടോ അത്. അപ്പൊ ഇതിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ ഫോണിൽ എടുക്കുന്നതിനേക്കാളും ഇത് ശരിക്കും നേരിട്ട് കാണാം. പക്ഷെ പകല് വന്ന ഈ ലൈറ്റിങ്സ് ഒന്നും, ഈ ലൈറ്റുകളൊന്നും കാണില്ല. അതൊന്നുമില്ല. ഇതുണ്ടോ, പകല് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോവാം. ഫ്രണ്ട്സിനെ എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും കാണിക്കുന്നില്ല, മോശമല്ലേ അല്ലേ? അതെ, ഇവിടെ ഉള്ളവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ പീപ്പിൾസ് ബാങ്ക്, നമ്മള് ഇവിടെ ഉള്ള ഒരാളുടെ മുഖത്തേക്ക് നോക്കി വീഡിയോ എടുത്താലും ഒന്നും വേണ്ട, ഒരു പ്രശ്നം. ഇതുണ്ട് ഈ ഹോട്ടലില്ലേ, നമ്മളിപ്പോ കറങ്ങി തിരിഞ്ഞ് ഇത് തന്നെ സിറ്റി ഓഫ് ഡ്രീംസ് 350 റൂംസ് ഉണ്ട് ഇവിടെ. എനിക്ക് അതിന്റെ മേലെ കണ്ട ലൈറ്റിങ്സ്. നമുക്ക് ചുമ്മാ കയറി റൂമിന്റെ റേറ്റ് വെച്ചാൽ 25,000 രൂപ ആള് പറഞ്ഞു. നമ്മൾ ഈ വേഷത്തിൽ ചെന്നാൽ കയറ്റുപോലും ഉണ്ടാവില്ല. ഇത് നോക്കൂ, ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടല്ലേ. അതെ കണ്ടോ? അതെ, മറ്റേ വീട്ടിലിടുന്ന മറ്റേ ജഡ്ഡിക്ക് വരെ ഇടുന്ന നിക്കർ ഇട്ടിട്ട് വന്നേക്കാ. ഇത് ജഡ്ഡിക്ക് വരെയുള്ള പെണ്ണൊക്കെ കണ്ടിട്ട് മുഖം പറ്റിട്ടാ പോയത്. ഇത് നേപ്പാള് മൊത്തം ഞാനിട്ട് കറക്കിയ സാധനം. ഇവൻ ഈ നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുക. പക്ഷെ എനിക്ക് ഈ ടവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേടിച്ചാലോ? അതെ, വില പറയാം. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, നമുക്കുണ്ടല്ലോ ഒരു എപ്പിസോഡ് തീർക്കാനുള്ള വീഡിയോസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കാണാൻ ഭംഗിയാണ്. റൂമിൽ ഇത്രയും നല്ല ബെഡ് ഉണ്ടായിട്ടേ ഒരുത്തന അതിൽ കയറി കിടക്കാൻ പോവാ. കിടന്നോക്ക്. ഇത് കിടക്കുന്ന സാധനം അല്ല, വേറെന്താണ്. നീ കിടന്നോക്ക്. വേണ്ട, കൊണ്ട് താഴെ വിടാൻ നോക്കാം. പറയോ? പൊളി. ഇതുണ്ടോ, ഇതെന്താണിത്? ഇതാ 1 കോടി രൂപയുടെ വണ്ടി പുറയിലുണ്ട് കേട്ടോ. ഇവിടെ 1 കോടി രൂപയുടെ. അപ്പൊ 1 കോടിയൊന്നും ആയിരിക്കില്ല. ഇതുണ്ടോ അവിടെ വേറെ, അതുണ്ടോ അവിടെ ഈ സിനമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. സിനമോൺ എന്താ പ്രത്യേകത? സിനമോൺ എല്ലാം ഇതൊക്കെ ഉണ്ടല്ലോ, തേയില അങ്ങനത്തെ സിനമോൺ ഇവിടുത്തെ ഒരു പേരാണ്. അതുമല്ല, അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അതിന് ഭയങ്കര റേറ്റും ഭയങ്കര. ഒരു കാര്യം ചെയ്യാലോ, ലോകത്തിലെ ചെടികളുടെ അടി കൂടെ മരങ്ങളുടെ അടി. ഇത് എന്ത് മരം? ഇത് മറ്റേ പൂണ്ടാകുന്ന മരം. എന്ത് പൂണ്ടാകുന്ന മരം എനിക്കറിയാം. പൂമരം. ഇവനെ വെള്ളത്തിൽ തള്ളിയിട്ടാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോവാം. തേക്കൊന്നുമല്ല, പോടാറും. അപ്പൊ ഇവിടെ ഫുൾ ഇണക്കുരുവികളാണ് കേട്ടോ. ഇതിലെ കൂടെ നടക്കാൻ നീ ആദ്യം കയറിട്ട് എന്നെ കൈ പിടിച്ച് കയറ്റി. എനിക്ക് വയ്യടാ. കൈ പിടിക്കൂ, എങ്ങനെയെങ്കിലും കയറ്റി മേലെ എത്തിക്കടാ. എന്നെ വലിച്ച് താഴെ ഇടല്ലേ. അപ്പൊ നമുക്ക് ഇതിലെങ്ങനെ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ കുറെ ദൂരം നടന്നു. ഇന്നലെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് വന്ന സ്ഥലമാണ് ഞങ്ങൾ നടന്നെത്തി. മറൈൻ ഡ്രൈവ്. ഇന്നലെ വെറുതെ കുറെ പൈസ ഓട്ടോ വിളിച്ചോളൂ. പക്ഷെ നടക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ഇതായി. പിന്നെ ഇതിലൊരു വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ മനസ്സിലായി? അതായത് 5 മണി 6 മണിയാകുമ്പോൾ ഇത് കടകളൊക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇത് വേറൊരു ലൈഫാട്ടോ. ഇവിടെ വേറൊരു ഇതുണ്ടോ, അവിടെയൊക്കെ കണ്ടോ ഫുള്ള് തിരക്കായി. ഈ ഭാഗത്തേക്ക്, നമ്മുടെ ഭാഗത്ത് മാത്രമാണ് തിരക്കില്ലാത്തത്. അപ്പൊ ഈ ഭാഗത്തേക്ക് ഫുള്ള് തിരക്കായിട്ട് നമ്മളിങ്ങനെ പോകും. പക്ഷെ ആളുകൾ ഇഷ്ടംപോലെ പേരിങ്ങനെ വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാ പോകുന്നത്, എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. പക്ഷെ അവിടെ ഒരു പാട്ടും ഡാൻസ് പരിപാടിയും നടക്കും. നമുക്ക് നോക്കി നോക്കാം. മോസസേ, PVR ഒക്കെ ഉണ്ട് ഇവിടെ. എന്തോ സംഭവം ഉണ്ട് അവിടെ. ഗാലറി ഫേസ് നൈറ്റ് ലൈഫ് ആണ് ഇത് ഫുള്ള്. അവിടെ എന്താ പരിപാടി ഉണ്ട്? നമുക്കേ അപ്പുറത്ത് ലാസ്റ്റ് പോവാം. അത് ഇവിടെ കവർ ചെയ്യാം. നമുക്ക് ഇവിടെ കവർ ചെയ്ത് ഇവിടെ എന്താ പ്രോഗ്രാം നടക്കുന്നത് നോക്കിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഫോണിന്റെ എന്തോ ഇതാണ്. ഇവിടെ എന്തോ വലിയ പരിപാടി നടക്കുന്നുണ്ട്. എൻട്രി ഉണ്ടോ? എൻട്രി എവിടെയാ? ഇതെന്താ സംഭവം? എന്താ അറിയില്ല, മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എങ്ങനെ 1 ഗാൽ ഫേസ് ഒരു മാളിന്റെ അടുത്ത് എത്തിട്ടോ.
ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കും. നമുക്ക് എന്താ പ്രോഗ്രാം എന്നൊന്ന് നോക്കിയിട്ട്. അല്ല ഇവിടെ ഭയങ്കര വൈബാണല്ലോ. അതെ, പാട്ടൊക്കെ ഇട്ടിട്ട്. അതെ, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, എന്തെങ്കിലും പ്രൊമോഷൻസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തോ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ എന്താ നോക്കാം നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യായി, ഒരു മാളിന്റെ ഉള്ളിൽ, മാളിനകത്ത്. നീ മാളിന്റെ പേര് പറഞ്ഞു? വൺ ഗാലേ മാൾ. അത് തന്നെ. അപ്പൊ എന്താ സംഭവം ഞാൻ പറയട്ടെ. ഇത് നോക്ക്, ഇവിടെ 13, 14 ന്യൂ ഇയർ ആണ്. അതെ, ഇവിടുത്തെ ശ്രീലങ്കൻ ന്യൂ ഇയർ ആണ്. അപ്പൊ അതിന്റെ ഫെസ്റ്റിവലും കാര്യങ്ങളും അതിന്റെ ഒരു ആഘോഷമാണ് ഈ നടക്കണേ. അതെ, അപ്പൊ നമുക്ക് ഈ മാളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. റോളക്സിന്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ. അപ്പൊ റോളക്സ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബേസിക് വാച്ച് കിട്ടുന്ന ഒരു 8 ലക്ഷം 7 ലക്ഷം രൂപ കൊടുക്കണം. ഇവിടെ നമുക്ക് എന്തെങ്കിലും റേറ്റ് വെച്ചാലോ ഒരു 25 ലക്ഷം രൂപ. 25 പോരാ കേട്ടോ, ടാക്സ് അടക്കം ഒരു 50 ലക്ഷം രൂപ വരും. മോൺ ബ്ലാങ്ക്. ഇവിടെ ബ്രാൻഡ് എല്ലാം ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഇന്ത്യൻ ബ്രാൻഡ് ഇല്ലാത്തത്. ടിസോട്ട് ഉണ്ട്. ടിസോട്ടൊക്കെ ഇവിടെ എന്ത് വിലയായിരിക്കും എന്നറിയോ? നമ്മുടെ നാട്ടിലെ ടിസോട്ട് സാധാ ഒരു വാച്ചിന് 10-35 രൂപ കൊടുക്കണം. ജ്വല്ലറി ഒരു ജ്വല്ലറിയാണ് ഇത്. ഇങ്ങനെ ടിസോട്ടിന്റെ സ്റ്റോർ ഉണ്ട്. ഇത് ചെടികൾ എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതുണ്ട്. ഇത് മണി പ്ലാന്റ് അല്ലേ നമ്മുടെ നാട്ടിലെ? ഇത് ചകിരിച്ചോറാ ഉള്ളില്, ചകിരിച്ചോറ്. അതേപോലെ ഇത് ഉണ്ടോ, ഇത് നമ്മുടെ ലക്കി ബാമ്പുവിന്റെ വേറെ സാധനം. ഇതും ഒരു മണി പ്ലാന്റടാ. അങ്ങനെ പറയും. ടിസോട്ടിന്റെ സ്റ്റോർ, ടിസോട്ടിന്റെ സ്റ്റോർ അല്ലേ, മാക്സിമം കയറാം. അല്ല, ഇത് ഭയങ്കര ഹൈ ക്ലാസ് ആണല്ലോ അല്ലേ? ഇത് ഭയങ്കര വലിയ ബ്രാൻഡാണ്, ബ്രാൻഡ് മാളാണ്. ഇതാ അർമാണി എക്സ്ചേഞ്ച്. നമുക്ക് ഇതിനകത്തും കയറിയോ അർമാണി എക്സ്ചേഞ്ചിൽ? അർമാണി എക്സ്ചേഞ്ച് എങ്ങനെയാ റേറ്റ് എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഈ ഷൂവിന്റെ വില എത്ര അറിയോ? എത്രയാ ഈ ഷൂവിന്റെ വില എന്ന് പറയുന്നത്? 59,950 രൂപയാണ് ഈ ഷൂവിന്റെ വില. ഓ മൈ ഗോഡ്. അപ്പൊ ഏകദേശം നാട്ടില് 17,000 രൂപയോളം വരുന്നുണ്ട്. 17,000 രൂപ. അതുപോലെ ഇതുണ്ടോ, ഇതിന്റെ വില എത്ര അറിയോ? 32,000 രൂപ. അറൗണ്ട് ഒരു 9,000 സംതിങ് നാട്ടിലെ പൈസ. You come day after tomorrow. We fulfill the stock. We don't share this. Okay. No. Just we'll show the prices because difference between India and here. Friends, സത്യം പറഞ്ഞാൽ അർമാനിന്റെ സ്റ്റോറി നിങ്ങൾ ഇറക്കി വിട്ടു. സ്റ്റോക്ക് ഇല്ല അവിടെ. സംബന്ധിച്ച് അവിടെ കാണിക്കാനൊന്നുമില്ല. ഒരാൾ പറഞ്ഞു നിങ്ങൾ നാളെ വന്നിട്ട് എന്താ പറയാ, എല്ലാം റെഡി ആകും. ഇത് എനിക്ക് തോന്നുന്നത് ഇത് പുതിയ മാളാ. കടകളൊക്കെ വരുന്നതേ ഉള്ളൂ. അതെ, അവിടെ കുറെ ആൾക്കൂട്ടുണ്ട്. ഇത് ഇവിടെ ലിവൈസിന്റെ പുതിയ കട വരുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് ഒരു സ്പ്രേയുടെ ഒരു ഇത് കണ്ടു. അപ്പൊ അതിൽ ഞങ്ങൾ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഒരു സ്പ്രേ, ഇതിന്റെ വില എന്ന് പറയുന്നത് ഇവിടുത്തെ 50,000 രൂപ. സാധനം കണ്ടോ? ഇതൊരു ക്രിക്കറ്റ് പ്ലെയർ ആട്ടോ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യോ? ക്ലൂ കൊടുക്ക്. ക്ലൂ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്ലെയറോ? പേര് കിട്ടി. എനിക്ക് കമന്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ വില എത്രയാണെന്നറിയോ? ഇതിന്റെ വില 50,000 രൂപയാണ്. 50,000 രൂപയ്ക്കാണ് ഈ സാധനം ഇവിടെ വിൽക്കുന്നത്. 50,000 നാട്ടിലെ ഏകദേശം 15,000 രൂപ. അത്രേ ഉള്ളൂ. 15,000 രൂപ സംതിങ് അത്രയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം. അതുപോലെ കമ്പനിയാണ് ഇത്. അദ്ദേഹത്തിന്റെ കമ്പനിയാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ ഫോട്ടോ തന്നെ ഒരു ഇത് തന്നെ ഫോട്ടോ എന്താ പറയാ, ലോഗോ. ഒരു ലോഗോ അല്ലടാ, അയാളുടെ ഒരു സ്റ്റാച്ചു പോലെ ഒരു സാധനം ഉണ്ടാക്കില്ലേ, ആ സാധനം. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വർണ്ണ ഇതിന്റെ വില എന്ന് പറയുന്നത് 5,000 റുപ്പീസാണ്. അപ്പൊ ശ്രീലങ്കയിൽ ആരെങ്കിലും വരികയാണ് ഈ മാളിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വാങ്ങേണ്ടവർക്ക് വാങ്ങാം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് കണ്ടോ, ഇത്ര നേരം എന്റെ കൂടെ നടന്ന മനുഷ്യനാണ് പെട്ടെന്ന് സ്പാന്ന് കണ്ടപ്പോ അങ്ങോട്ട് ഓടുക. എടാ, ഇത് നീ ഉദ്ദേശിച്ച സ്പാ അല്ല. അതന്നെ, ഇത് മറ്റേ സ്പാ അല്ല. ഇതാണ് ഞാൻ പറഞ്ഞേ. പാത്രവും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ നല്ല വെറൈറ്റിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. കണ്ടില്ലേ, ക്യാൻഡിൽ. Shall I take photo video because we are in YouTubers in India. That's why. Okay, എടുത്തോ. ഞാൻ അതിന് മുമ്പേ എടുത്തു തുടങ്ങി. ആണോ? നമ്മുടെ ഹാൻഡ് വാഷിന് വേണ്ടിയുള്ള പാത്രം. ഇതൊക്കെ ഇവിടുത്തെ പാത്രങ്ങളാണ്. ഇവിടുത്തെ ട്രഡീഷണൽ. ട്രഡീഷണൽ. ഇതൊക്കെ മെഴുകുതിരികളാ. ഇതൊക്കെ മെഴുകുതിരികളാ. ഇതുണ്ടോ മെഴുകുതിരിയാണ്. പാത്രമല്ല, ക്യാൻഡിൽ, നാച്ചുറൽ ക്യാൻഡിൽ. ക്യാൻഡിൽ നോ? ഫുൾ ക്യാൻഡിൽ.
have candles, incense sticks, essential oils like diffusers, hand washes. എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റാ. ഇത് ഹാൻഡ് വാഷ്. This is candle. Big candles. വലിയ candle. Okay. How much this one? Different fragrance. That's 7,900. അയ്യോ 7,000 എന്ന് പറഞ്ഞാല് ഇവിടുത്തെ 7,000 ഉള്ളൂ. ആ നാട്ടിലെ 2,000 രൂപ. ദിസ് ഇസ് ഹാൻഡ് വാഷ്. കുറേ സാധനങ്ങളുണ്ട്. ഇതുണ്ടോ ശംഖിന്റെ അകത്തൊക്കെ മെഴുകുതിരി. അതെ നല്ല മണമായിരിക്കും. എന്നാലും ജിൻസേ ഈ ഇത് കണ്ടപ്പോ ഞാന് അനാവശ്യമായ എന്തോ പ്രവൃത്തിക്ക് പോയി നീ വരുത്തി തീർക്കാൻ നോക്കിയില്ലേ? ഇല്ലടാ ഞാനിത് ഇവിടെ കണ്ടു. ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഉണ്ടോണം. തിരി Over there we have the body care stuff, body Like that. lotions, perfumes. ഓക്കെ ഓക്കെ താങ്ക് യു. ഇത് കണ്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഇവിടെ ചൈന കൊച്ചിരിക്കുന്നു. എവിടെ? ഇതാ അവിടെ. നല്ല രസമുണ്ടല്ലേ ഒരു കാളെ. ഈ കൊച്ചൊക്കെ ഒരു ചെറിയ കൊച്ചിനൊക്കെ എടുത്ത് കിടക്കണേ. കൊച്ചല്ല പ്രതിമയാണത്, ബേബി. ഏത്? അവിടെ ഒരു ചെറിയ കൊച്ചിനെ എടുത്തിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് ചെറിയ കൊച്ചു തന്നെയാ ശരിക്കുള്ള അല്ല മനുഷ്യ കൊച്ചല്ലടാ, അത്രയും ചെറുതോ. എന്നിട്ട് ആ ചെറിയ കൊച്ചെടുത്ത് നടക്കുക. നടക്കുന്ന കൊച്ചു മനുഷ്യ കൊച്ചാടാ. അത് അതിൻ്റെ ഉള്ളിൽ അത് പാവക്കുട്ടി. പാവക്കുട്ടി. ഏയ് നീ ആ വരം കുതിരേനൊന്നും ഇടിക്കല്ലേ. ഞങ്ങൾ അങ്ങനെ കയറി 3-ാം നില എത്തിട്ടോ. ഇനിയുണ്ട് മേളിലേക്ക് 2 എണ്ണം കൂടി. പോവാ അല്ല ഇതിലെങ്ങനെ അങ്ങ് പോവാ? ഇതിലെ ഇതേ പിള്ളേരുടെ ട്രെയിൻ പോകണം. ഞങ്ങൾ ചെറിയൊരു നഴ്സറി കണ്ടു വരുന്നതാണ്. ഏതാ അതിന്റെ വില എത്ര? 5,000 അല്ലേ? ഇവിടുത്തെ 5,000. അപ്പൊ നാട്ടിലെ 1,300 രൂപ. ഇത് ചെസ്നട്ട് ആണെന്ന് നോക്കി. ഇത് ചെസ്നട്ടാ? ചെസ്നട്ട് പച്ചച്ചീര. ലക്കി പ്ലാൻ ബോൺസായി. ലക്കി പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ സാമ്യ സൈക്കസ് ഒക്കെ ഉണ്ട്. 1,750 രൂപ. എടീ സാമ്യ സൈക്കസിന് 2,000 രൂപ. അപ്പൊ നാട്ടിലെ ഒരു 900 രൂപ. 900 രൂപയോ? 850-900 രൂപ. നാട്ടിലെത്ര ഉണ്ട്? നാട്ടിലെത്ര ഒന്നും ഇല്ല. ഈ സാധനത്തിനോ? അയ്യോ സോറി നോക്കടാ. രസമുണ്ട് കേട്ടോ. രസമുണ്ട്, മേടിച്ചോ. ഇതെങ്ങനെ കൊണ്ടുപോകും? ഇതിങ്ങനെ കയ്യെ പിടിച്ചോണ്ട് പോയാൽ എങ്ങനെ? എയർപോർട്ടിൽ കയറ്റുമോ? അല്ല എയർപോർട്ടിലല്ല, പോർട്ടിൽ കയറ്റുമോ? ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ടാക്സ് അല്ല പ്രശ്നം. ഇത് നോക്കാം എന്തായാലും. We'll ask someone because we are going back to India now. That's why we can bring or take and go or not, don't know. മുമ്പിൽ കണ്ടോ ലാൻഡ് റോവർ ഡിഫൻഡർ. ഇത് മിനിയേച്ചർ അല്ലേ മൊത്തം? മിനിയേച്ചർ. ഒരു മിനിയേച്ചർ കട കേട്ടോ. താഴെ കണ്ടോ ബെൻലി, BMW X5 ഒക്കെ, Audi Q5. ഞാനും ഇല്ല. ഇത് കണ്ടോ പോർഷെ കെയിൻ. മൊത്തം പോർഷെ കെയിൻ. താഴെ വേറെ സാധനം ഉണ്ട്. Audi RS6 ഉണ്ട്, നിസാൻ പെട്രോള്. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പോർഷേന്റെ ഡിഫൻഡർ. ഓടി. ഇത് മറ്റേ സാധനം. ഇത് നീ വലിയ വണ്ടിപ്രാന്തനായിട്ട് സാധനം എന്ന് പറഞ്ഞാൽ വെൽഫെയർ. റാംഗ്ലർ. ഇങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ വണ്ടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാ റാംഗ്ലർ, Audi Q5 ഉണ്ടോ ലെങ്ത് ഉള്ള. ഇതിനെന്താ വില? 8,500 രൂപ. 8,500 പറഞ്ഞു കഴിഞ്ഞാല് ഇത് ബാക്ക് ഡോർ തുറക്കടാ. ഇതിനാണോ നീ നാഗം വളർത്തുന്നത്? അല്ലടാ ഇതിനാണോ നീ നാഗം വളർത്തുന്നത്? ഇതിന് ഡിക്കിയും തുറക്കടാ. 8,500. 8,500 ഡിക്കി തുറക്കടാ. നാട്ടിലെ 2,500. ബോണറ്റ് തുറക്കടാ. 2,500 എന്റെ പോലെ. അത് പൊളിച്ച് ഫ്രണ്ട് കാണിച്ചേ, ഇങ്ങോട്ട് കാണിക്കേ. Q5. ഓ മൊത്തം തുറക്കാം അല്ലേ? പോവാ, വണ്ടി പോവാ. ഇതൊക്കെ റാംഗ്ലർ എത്ര? ഇതിന് 7,500. അപ്പൊ എത്ര? ഇതിന് വില കുറവാണല്ലോ. അപ്പൊ 2,300 രൂപ. ഷോക്ക് ആബ്സർ ഒക്കെ ഉണ്ടോ? പിന്നെ സുമ്മാവാ ഇത്ര കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഇത് റിമോട്ട് ഉണ്ടോ അറിയില്ലല്ലോ. ഇതുണ്ടോ? ഡോർ എങ്ങനെ നോക്കട്ടെ. തുറക്കാത്തൊന്നും നീ വലിച്ചു പൊട്ടിക്കല്ലേ, പൈസ കൊടുക്കേണ്ടി വരും. ഇത് പിള്ളേരെ പറ്റിക്കുന്ന സാധനം അല്ലേ? പിള്ളേർക്ക് പറ്റിയ സാധനങ്ങളാണ്. ഇത് വണ്ടിക്കകത്ത് വെക്കുന്ന തന്നെയാ. ഇത് വണ്ടിയിൽ വെക്കുന്നയാ. ഇത് വെച്ച ഇടയ്ക്ക് ആൻസീനെ ഓർക്കാം. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവോ? ഇടയ്ക്ക് ആൻസീനെ ഓർക്കുമ്പോ
ഇതിൽ വേറെ എന്തൊക്കെയുണ്ടല്ലോ? വിമാനം. ഓ, ഇത് ഗെയിമിങ്ങിന്റെ ഓരോ ഇതല്ലേ. മറ്റേ പണ്ട് അവെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ സാധനം അതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇതൊക്കെ മോശം തട്ടുകടയാ. അങ്ങനെ ഞങ്ങള് ബീച്ചിന്റെ സൈഡിലേക്ക് വന്നു കേട്ടോ. മാളി നിങ്ങളുടെ മാളിന്റെ ഓപ്പോസിറ്റ്, മാളിന്റെ നേരെ ഓപ്പോസിറ്റ്. അത് ഇതിലെ ചാടാൻ പറ്റില്ല, അതിലെ വഴി ഇവിടെ പോടാ കടിക്കൂടി പോവാ. പുല്ലടാ അല്ലേ? പാർക്കൊക്കെയാണ് പിള്ളേരെ കളിക്കുന്ന. നമ്മള് ഉച്ചക്ക് ഇതിലെ പോയപ്പോഴേ ഒറ്റ കട പോലും ഇല്ലായിരുന്നു. ഉച്ചക്ക് ഒരു ഒന്നുമില്ല. ഇതൊക്കെ എനിക്ക് ടെമ്പററി ആണ്. അതെ, ഇതൊക്കെ ചെക്കൻ കാർ ഓടിക്കും നോക്ക്. കാർ ഓടിച്ചോണ്ടോ? ഇതാ ജിൻസ് എന്താ കോലിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. എവിടെ? തായ്ലൻഡിൽ പോയപ്പോ മുതലേ പോലെ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇവിടെ മുതലേ ആയിരിക്കില്ലടാ. ഇത് വേറെ കോലിലല്ലടാ, ഇതെന്താ ഉള്ളിത്തണ്ട. ഉള്ളിത്തണ്ടില് ചെമ്മീനാടാ, ചെമ്മീൻ. ഫിഷ്, ചെമ്മീൻ പരിപ്പോട. ഇതാണ് ജിൻസ ചെമ്മീൻ പരിപ്പോട. അത് പരിപ്പോടല്ല, ചെമ്മീൻ വട. ഇത് ഞണ്ട് വറുത്തത്. ഇത് ഉഴുന്നുവട. ഉഴുന്നുവട, ഫിഷ് അല്ലേ? ഇതെന്താ പൂരിയല്ലേ? പൂരി പോലെ എന്തോ സാധനം. പൂരി പോലെ അതായത് നമുക്ക് താഴേക്ക് ഇറങ്ങാം അല്ലേ? ഇവിടെയൊക്കെ ഒരുപാട്. ഇവിടെ എന്താ ഇതൊക്കെ പിള്ളേരെ കണ്ടേ. ഇവിടെ എനിക്ക് വന്നിട്ടുണ്ടല്ലോ ഒരു എന്റെ ശരിയാണെന്ന് അറിയില്ല, നമുക്ക് ആരും ചോദിച്ചു നോക്കാം. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഈ പിള്ളേരെ കണ്ട് ഇവരിങ്ങനെ ഇറങ്ങി. എല്ലാ ദിവസവും ഇല്ല, ഇതിപ്പോ ഫെസ്റ്റിവൽ ആയി തുടങ്ങിയില്ല. അതിതല്ല, ഇത് അവിടുന്ന് പറയുന്ന കേട്ടാ. ഈവനിങ്ങിൽ ഇതുണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് അപ്പുറം സൈഡ് പോയാൽ ബീച്ചിന്റെ അങ്ങോട്ട് പോവാം. അവിടെ കുറെ തരിമണികൾ ഇരിക്കുന്നുണ്ട്. ഹരിണിമണികൾ എന്താ പറയാ? മോസസേ, നീ ഇത് വല്ല കൊല്ലൂലെന്നുള്ളൂ. അങ്ങോട്ട് നോക്കി. മനുഷ്യനെ ഫ്ലൈറ്റ്. ഇത് ഫ്ലൈറ്റ് ചെറിയ പിള്ളേർക്ക്. ഇത് ബീച്ചല്ല, ഇരിക്കാൻ ചുമ്മാ ഇരിക്കാനുള്ള മറൈൻ ഡ്രൈവ്. ഇത് ഒരു ഇന്നലെ നമ്മളുള്ള ഓട്ടോറിക്ഷ എല്ലാം വിളിച്ച് വെറുതെ പൈസ നിർത്തി, സംഭവം നിർത്തി. അതിൽ ചിലവരങ്ങോട്ട് ഇറങ്ങിയിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ബീച്ചാട്ടോ. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. ഇവിടെ ഇറങ്ങാൻ പാടില്ല. ഇവിടെ കാലിട്ടിരിക്കുക. പിന്നെ എവിടെ കാലിട്ടിരിക്കോ? അത് അവിടെ നോക്ക്, താഴെ കിടക്കും. ഇത് പാറയാടാ. പാറയാ, അതാണ് ഇങ്ങോട്ട്. എന്തോ എനിക്ക് വന്നിട്ട് ടാറോ എന്തോ ഇട്ട് സെറ്റ് ആക്കിയതാട്ടോ. മണലല്ലേ കാണണ്ടേ? മണലല്ല, അങ്ങനെയൊന്നുമില്ല. കടൽ തീരത്ത് മണലല്ലേ ഉണ്ടാവുക? ഇവിടെ കടൽ തീരം എന്ന് പറഞ്ഞത് ഐലൻഡ് അല്ലേ? എന്നാലും വാ, ഇതാണ് കേലിക്കൊത്ത്. മോസസെ കളിക്കാൻ തോന്നുന്നുണ്ടോ? ചേട്ടൻ എത്രയാണ്? 1000. പിന്നെ പുള്ളി ഇട്ടോണ്ടേ ഇരിക്കുന്നത്. മോസസേ, പൈസ കിട്ടി കൊടുത്ത പൈസ തിരിച്ചു കിട്ടി. കളിക്കാനുള്ളോ? എനിക്ക് വേണ്ട, ചുമ്മാ കളിച്ചോക്കാം. എടാ ഇവരുടെ ആള് തന്നെയാണ് അത്. എടാ പൊട്ടാ, ഇവരുടെ ആളാണ് അത്. പ്രൈസ് അടിച്ചേ നോക്കാം. ഇനി വേണ്ട. 2400 രൂപ. 2400 രൂപ മോസസ് ഉണ്ടാക്കിട്ടോ. 200 രൂപ കൊണ്ട് തുടങ്ങിയില്ലേ? അതെ, 2400 കിട്ടി. ഇതിന് എന്താ? ഇത് വേറെ കളിയാ. ഇതും കിളി. എടാ ഇനി വേണോ? നോക്കണോ? കിട്ടിയത് ഒറ്റയടിക്ക് പോവേ. ഇതെങ്ങനെയാ? ഇത് 20-50 രൂപ. 20-50 രൂപ അല്ലേ? അപ്പുറത്ത് പോയി എറിഞ്ഞാ പോലെ, അത് കിളി കിട്ടും. അതല്ല അവിടെ ഉണ്ടോ? എറിഞ്ഞ വെള്ളമെങ്കിലും കിട്ടില്ലേ? അവിടെ ഉണ്ട്. അതെങ്ങനെയാ? ഇതാ കിളിക്ക് കുത്ത്. 8, 9, 10, 15, 12. ഇതെന്താണ് സംഭവം? ഒരു 100 ഉണ്ടോ? 100 ഉണ്ടോ? 50 രൂപ ഉണ്ടോ? പിന്നെയും കളിക്കാൻ പോവാ. 50 രൂപ ഉണ്ട്. 50 രൂപ കളിക്കാൻ പോവാ. മോസസ് നേരത്തെ കിട്ടിയത് പോലെ ഇനി കിട്ടണമെന്നില്ല കേട്ടോ. ഇതിലിട്ടാലോ? 8, 9 അല്ലേ?
100 ഇടണം, മിനിമം 100. അപ്പൊ ഇല്ല, അപ്പൊ വേണ്ട. അപ്പൊ പോയിട്ട് വാ. അപ്പൊ ബോൾ എറിഞ്ഞാൽ അത് അവരുടെ ഒരു ഐഡിയ ആണ്. വേണേ 50 രൂപ കിട്ടുമായിരുന്നില്ല അവന്. അതെ. മരണക്കിണറടാ. അത് ഇവിടുത്തെ മരണക്കിണർ എങ്ങനെയാ? നമ്മുടെ നാട്ടിലെ മരണക്കിണർ പോലെയാണോന്ന് അറിയാം അല്ലേ? ഇവിടെ ഇങ്ങനത്തെ കിളിക്ക് കുത്തിനൊന്നും ഒരു പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞ 10 കൊല്ലം ബാക്കോട്ടാ. നമ്മുടെ നാടേക്കാൾ 10 കൊല്ലം ബാക്കോട്ടാ. 10 കൊല്ലം മുമ്പ് കിളിക്ക് കുത്തുണ്ട് നമ്മുടെ നാട്ടില്. വേൺ ചെയ്താ 10 കൊല്ലം മുമ്പ് ഉണ്ടോ? 10 കൊല്ലം മുമ്പൊക്കെ കിളിക്ക് കുത്തുണ്ട്. ആണോ? ആ, ഇപ്പൊ കൊറേ ആയിട്ട് ബാൻ ചെയ്ത് ചൂതാട്ടം അല്ലേ. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. അവിടെ കാസിനോ ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ കാസിനോ ഒക്കെ ഉണ്ട്. 300 രൂപ ഒരു സാധനം. ഏത് ഇതല്ലേ? ആ, ഈ ചേച്ചിയാണോ പൈസ ഇട്ടേക്കുന്നത്? ആ ചേച്ചി ബ്ലൂ പോയി, ചേച്ചിയുടെ പൈസ പോയി. അടുത്ത ആള് ചെക്കൻ പോയി പൈസ മേടിച്ചു. ചെക്കൻ പൈസ മേടിച്ചിട്ട് വരികയാണേ. ഓ, പോയി. അവന്റെ രണ്ടാമത്തെ പ്രാവശ്യം പൈസ പോണേ. അവൻ പോയി മേടിച്ചോണ്ട് വന്നാ. അതെ, പോവാത് അല്ലേ? അതെ, പോവാത്. അടുത്ത കുലിക്ക് കുത്ത്. സന്തോഷം കണ്ടോ? ഇതെന്തിനാ തുറന്നിട്ടേ? പൈസ ഇത് കണ്ടോ? വെൽക്കം ടു ശ്രീലങ്ക പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി. രാജസമുദ്ര, അതായത് നമ്മുടെ രാജുകാരുടെ ഹോട്ടൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ട് അവരുടെയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് രാജുകാരുടെ ഹോട്ടലാണ്. എന്തായാലും പൊളി അല്ലേ? ശരിക്കും ഇതുണ്ടല്ലോടാ, നേരെ ടൗണിലേക്ക് കയറാൻ ഇതിന്റെ ഡബിളാ. പിന്നെ ഇതിൽ വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചോ? നമ്മള് ഈ കൊളംബോ സിറ്റിയിൽ അങ്ങേ മൂല ഇങ്ങേ മൂലയൊക്കെ പോയില്ലേ? പക്ഷെ അവിടെ ഒന്നും ഞാൻ ഈ ചൈനീസുകാരെ കണ്ടില്ല. ഇവിടെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ. ഇതിന്റെ അപ്പുറം 150 കിലോമീറ്റർ ഇവര് ചെയ്തേക്കുന്നത് ചൈനക്ക് വേണ്ടിട്ട്. അപ്പോ ചൈനക്കാർ ഇവിടെ വരുന്നുണ്ട്. ഫുള്ള് ചൈനക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എത്ര പേര് നമ്മൾ കണ്ടു അല്ലേ? അതെ.